ഇസ്രയേലിന്റെ യുദ്ധക്രൂരതയ്ക്കെതിരെ ലോകത്ത് പല ഭാഗത്തും പ്രതിഷേധങ്ങൾ നടക്കുകയാണ്. ഇതിനിടെ ഒരു വ്യത്യസ്തമായ രീതിയിൽ ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസം ബ്രിട്ടന്റെ തലസ്ഥാനമായ ലണ്ടനിൽ അരങ്ങേറിയത്. അതാവട്ടെ വളരെയധികം ജനശ്രദ്ധ നേടുകയും ചെയ്തു. ഗാസയിൽ ഇസ്രയേൽ തുടരുന്ന അതീവ ക്രൂരമായ നരനായാട്ടിനെതിരെ ഒരു വമ്പൻ പ്രതിഷേധവും അതോടൊപ്പം ലോക മനസ്സാക്ഷിക്കുള്ള ഒരു ഓർമ്മപ്പെടുത്തലുമായി ഈ പരിപാടി. ഗാസയിൽ ഇസ്രയേലിന്റെ യുദ്ധക്രൂരതയിൽ കൊല്ലപ്പെട്ട 15,613 കുട്ടികളുടെ പേരുകൾ പരസ്യമായി വായിക്കുന്ന ഒരു പരിപാടിയായിരുന്നു അത്. ഇസ്രയേലിന്റെ ഗാസ ആക്രമണമെന്ന് പറയുമ്പോൾ 2023 ഒക്ടോബറിൽ ആരംഭിച്ച ഏറ്റവും പുതിയ ഗാസ യുദ്ധമാണ് പരിഗണിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് പല തവണ ഇസ്രയേൽ ഗാസയിൽ യുദ്ധ കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും തൽക്കാലം ഇവിടെ പരിഗണിച്ചിട്ടില്ല. 2023 ഒക്ടോബർ മുതൽ മാത്രം ഗാസയിൽ ഇസ്രയേൽ കൊന്നു തള്ളിയ 15,613 കുട്ടികളുടെ പേരുകളാണ് വായിച്ചു തീർത്തത്. മെയ് 29 തുടങ്ങിയ പരിപാടി പരമാവധി 24 മണിക്കൂർ നേരം നീണ്ടു നിൽക്കുമെന്നായിരുന്നു സംഘാടകരുടെ ഒരു നിഗമനം. മെയ് 29 രാവിലെ 9 മണിക്കാണ് പേര് വായന ആരംഭിച്ചത്. മെയ് 30 പുലർച്ചെ 2:30 വരെ പേര് വായിക്കൽ നീണ്ടുനിന്നു. അതായത് 18 മണിക്കൂറിലധികം സമയമെടുത്താണ് ഇത്രയും പേരുകൾ വായിച്ചു തീർത്തത്. ലണ്ടനിൽ ബ്രിട്ടീഷ് പാർലമെന്റിന് പുറത്ത് വെസ്റ്റ് മിനിസ്റ്ററിലായിരുന്നു ഈ പരിപാടി നടന്നത്. ചൂസ് ലവ് എന്ന ഒരു അന്താരാഷ്ട്ര സംഘടനയാണ് പരിപാടി സംഘടിപ്പിച്ചത്. ലോകത്താകെയുള്ള അഭയാർത്ഥികൾക്ക് സഹായമെത്തിക്കുക എന്ന ഒരു ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ ചൂസ് ലവ്. വിവിധ മേഖലകളിൽ പ്രശസ്തരായ ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുത്തു. ഓരോരുത്തരും അവർക്ക് നിശ്ചയിക്കപ്പെട്ട എണ്ണം പേരുകൾ വായിച്ചു തീർത്തു. സ്റ്റീവ് കൂഗൻ, ക്രിസ് ഒ ഡൌഡ്, നാദിയ സവൽഹ, മിസാൻ ഹാരിമ തുടങ്ങിയവർ പങ്കെടുത്ത ചില പ്രമുഖരാണ്. 1 വയസ്സോ അതിന് താഴെയോ മാത്രം പ്രായമുള്ള 17,000 കുട്ടികളുടെ പേരുകൾ കൊണ്ട് ഒരു ബാനറിൽ ഗാസ ആക്ഷൻസ് നോട്ട് വേർഡ്സ് എന്ന് പ്രിന്റ് ചെയ്തത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമായി. സംഘാടകരായ ചൂസ് ലവ് അവരുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു: ഗാസയിൽ കൊല്ലപ്പെട്ട 15,613 കുട്ടികളുടെ പേരുകളുള്ള ഈ പട്ടികയിലെ അവസാന പേര് ഞങ്ങൾ വായിക്കുന്നു. 15,613 പേരുകൾ, 18ലേറെ മണിക്കൂറുകൾ. എന്നിട്ട് പോസ്റ്റ് തുടർന്ന് പറയുന്നു, ആ പേരുകളുടെ കൂട്ടത്തിലെ ഓരോരുത്തരും ചിലരുടെ പ്രപഞ്ചമായിരുന്നു. പരിപാടി സംഘടിപ്പിച്ച ചൂസ് ലവ് എന്ന സംഘടന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർക്ക് ഒരു തുറന്ന കത്ത് അയക്കുകയും ചെയ്തിട്ടുണ്ട്. സാംസ്കാരിക രംഗത്ത് പ്രവർത്തിക്കുന്നവരും സംഗീതജ്ഞരും ഉൾപ്പെടെ 300 പേരാണ് ആ കത്തിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. ഇസ്രയേലിന് ആയുധങ്ങൾ വിൽക്കുന്നത് UK ഉടൻ നിർത്തിവെക്കണമെന്നും കയറ്റുമതി ലൈസൻസ് റദ്ദ് ചെയ്യണമെന്നും ഗാസയിലേക്ക് മാനുഷിക സഹായം പ്രവേശിക്കുന്നത് ഉറപ്പുവരുത്തണമെന്നും ഗാസയിലെ യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാൻ ശ്രമിക്കണമെന്നും ആ കത്തിൽ അവർ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടുന്നുണ്ട്. ചൂസ് ലവിന്റെ സിഇഒയും കോ ഫൗണ്ടറുമായ ജോസി നോട്ടൻ പരിപാടിയെപ്പറ്റി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: പാലസ്തീനിലെ കുട്ടികൾ കൊല്ലപ്പെടുമ്പോൾ വാക്കുകൾ അവരെ രക്ഷിക്കുകയില്ല, വാക്കുകൾ അവരുടെ ശൂന്യമായ വയർ നിറക്കുകയുമില്ല. കിയർ സ്റ്റാർമറിൽ നിന്ന് ഒരു നടപടിയാണ് നമുക്ക് ആവശ്യം. അതായത് ഇസ്രയേലിനുള്ള ആയുധ വിൽപ്പന നിർത്തുകയും ലൈസൻസ് റദ്ദാക്കുകയും യുദ്ധം അവസാനിപ്പിക്കുകയും ചെയ്യുക.